ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ ഗൈസ്. ഇന്ന് നമ്മുടെ ചാനൽ കൂടെ നോക്കാൻ പോകുന്നത് പ്രോക്സി സെർവർ നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും പ്രോക്സി സെർവർ എന്താണെന്നുള്ളത്. അപ്പോൾ ഗൈസ്, ഫ്രീ ഫയറിൽ വരുന്ന ഒട്ടുമിക്ക ഈവൻ്റ് ആൻഡ് അപ്ഡേറ്റ്സും ഫസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ പ്രോക്സി സെർവറിലാണ്. അപ്പോൾ ഗൈസ്, സ്ക്രീനിൽ കാണുന്ന 3 ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ലിങ്ക് കിട്ടാൻ ഡിസ്ക്രിപ്ഷനിലുള്ള ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഫ്രീ ഫയർ ഓപ്പൺ ചെയ്ത് പുതിയൊരു ഗസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഗൈസ്, നിങ്ങൾ പുതുതായി ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ UID കോപ്പി ചെയ്തതിന് ശേഷം ഹോം സ്ക്രീനിൽ വന്നിട്ട് എക്സിക്യൂട്ട് ബെറ്റ സെർവർ എന്ന ആപ്ലിക്കേഷൻ ലോങ് പ്രസ് ചെയ്ത് അതിൽ ആപ്പ് ഇൻഫോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ്. അതിൽ അഡീഷണൽ പെർമിഷൻ എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് ആണ്. ആ സെറ്റിങ്സിൽ നോട്ട് അലൗഡ് എന്നുള്ളത് അലൗഡ് ആക്കിയതിന് ശേഷം ടിക്കറ്റ് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ഷിസുക്ക് പറഞ്ഞ ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം പെയറിങ്ങിൽ ഡെവലപ്പർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണ്. നമുക്ക് USB ഡീബഗ്ഗിങ് ആൻഡ് വയർലെസ് ഡീബഗ്ഗിങ് ഇത് രണ്ടും ഓൺ ആക്കിയതിന് ശേഷം വയർലെസ് ഡീബഗ്ഗിങ്ങിൽ പെയറിങ് ഡിവൈസ് കോഡ് എന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് എൻ്റർ പെയറിങ് കോഡ് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ ബാർ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഈ കോഡ് എൻ്റർ ചെയ്തിട്ട് കൺഫേം അടിക്കുക. അപ്പോൾ തന്നെ കാണിക്കും സക്സസ്ഫുള്ളി പെയറിങ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് നമ്മൾ നേരത്തെ വന്നില്ലേ പെയറിങ് എന്നുള്ള ഓപ്ഷൻ, അവിടെ വന്നിട്ട് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ അടിക്കുക. അപ്പോൾ ഒരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഈ വിൻഡോ ക്ലോസ് ആവും. എന്നിട്ട് ഗൈസ് ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഹോം സ്ക്രീനിലേക്ക് വന്നതിന് ശേഷം എക്സിക്യൂട്ട് ബെറ്റ സെർവർ എന്നുള്ള ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് അതിൽ ഫസ്റ്റ് ഉണ്ടാവും ആക്ടിവേറ്റ് എക്സിക്യൂട്ട് ബെറ്റ സെർവർ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഗ്രീൻ കളർ ആവണ വരെ വെയിറ്റ് ചെയ്യുക. ഗ്രീൻ കളർ ആവണ വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് ഹോം സ്ക്രീനിലേക്ക് എന്നിട്ട് ഗൈസ് നിങ്ങളുടെ ഫോണിലുള്ള ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള ആ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തിട്ട് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ലോഡ് ആവണ വരെ വെയിറ്റ് ചെയ്യുക. കുറച്ച് നേരം പിടിക്കാൻ വെയിറ്റ് ആണ്. ഈ വെരിഫിക്കേഷനൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആവണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം നിൽക്കട്ടെ ഗൈസ്, ഇതൊന്ന് ലോഡ് ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. വെരിഫൈ ആയതിനു ശേഷം പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ആ വിൻഡോയിൽ അൺലോക്ക് വിത്തൗട്ട് ഡിസ്കോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. എന്നതിന് ശേഷം വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വിൻഡോയിൽ കാണാം എൻ്റർ UID എന്നുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്ത് നേരത്തെ കോപ്പി ചെയ്ത അക്കൗണ്ടിൻ്റെ UID പേസ്റ്റ് ചെയ്ത് അൺലോക്ക് വിത്തൗട്ട് ഡിസ്കോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം 3 സെക്കൻഡിലൊരു ടൈമർ വരും. അതിന് ശേഷം അത് കഴിഞ്ഞ ഉടൻ തന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 1 2 ആഡിലേക്ക് പോകും. അത് പിന്നെയും ബാക്ക് അടിച്ചതിന് ശേഷം വീണ്ടും അതേമാതിരി ടൈമർ വരും. വീണ്ടും ആ ടൈമർ കഴിഞ്ഞ ഉടൻ തന്നെ വീണ്ടും നെക്സ്റ്റ് വരും. ഒരു 4 വട്ടം ചെയ്തതിന് ശേഷം ഇതേപോലൊരു വിൻഡോ വരും. ഈ വിൻഡോ വന്ന ഉടൻ തന്നെ ജസ്റ്റ് ഒക്കെ ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഹോം സ്ക്രീനിൽ വന്നതിന് ശേഷം എന്നിട്ട് ഗൈസ് നമ്മളെ ഫോണൊന്ന് മിനിമൈസ് ആക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ ഓപ്പൺ ആക്കി വെച്ച ഫ്രീ ഫയർ ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് കളയാം. അപ്പോൾ ഗൈസ് നമുക്ക് ജസ്റ്റ് ഇനി ഒന്ന് ഫ്രീ ഫയർ ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം. അപ്പോൾ ഗൈസ് നമുക്കത്തെ VBudge പ്രോക്സി സെർവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ അക്കൗണ്ടിലെ ഡയമണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക ഗൈസ്. എല്ലാവരും ജസ്റ്റ് നെറ്റ്വർക്കിന് കുറച്ച് സീനുണ്ട്, അതുകൊണ്ടാണ് ലോഡാൻ കുറച്ച് ലാഗ് ആവുന്നത്. അപ്പോൾ ഗൈസ് ഇതേപോലുള്ള പുതിയ വീഡിയോകൾക്ക് ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇറ്റ്സ് മീ ടർനോക്സ്.